ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ കുഞ്ഞുങ്ങളുടെ ഉടുപ്പിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതുപോലുള്ള കുറച്ച് പീസ് തുണികൾ എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുമുള്ള തുണികളാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 10-13 പീസ് തുണികളുണ്ട്. സാറ്റിൻ തുണിയാണ് കേട്ടോ ഇത്. ഈ തുണി നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. മടക്കിയെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ പിടിച്ചിട്ട് ഒരു വശം താഴേക്ക് മടക്കി, അതുപോലെ ഇപ്പുറം വശവും സെൻറ്ററിൽ നിന്ന് താഴേക്ക് മടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കിട്ടുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ 2 കോണുകളുണ്ടല്ലോ, ആ 2 സൈഡും നമുക്ക് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് മടക്കി വെക്കാം. 2 സൈഡും അതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് മെഷീനിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. കൈ കൊണ്ട് സൂചി നൂലും വെച്ച് തുന്നണമെങ്കിൽ അങ്ങനെ തുന്നിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുക്കുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. വീണ്ടും അടുത്ത തുണി ഇതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് നേരെ 2 വശവും താഴേക്ക് മടക്കുകയാണ്. എന്നിട്ട് ആ 2 കോണുകളുണ്ടല്ലോ, ആ കോണുകൾ ഉള്ളിലേക്ക് മടക്കിയെടുക്കാം. നമ്മൾ നേരത്തെ തയ്ച്ച തുണി പകുതി ഇപ്പുറം കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഇത് കയറ്റി വെച്ചിട്ടാണ് വീണ്ടും അടിക്കുന്നത്. ഇതുപോലെ ഓരോന്നും മുകളിൽ കണ്ടോ, തീർത്ത് നമ്മൾ തയ്ക്കുന്നില്ല. ഇവിടെ കൊണ്ട് ഇങ്ങനെ നിർത്തി അതിൻ്റെ മുകളിലേക്ക് അടുത്തത് കയറ്റി വെച്ച് അങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത്. നമുക്ക് തുന്നുമ്പോഴും അതുപോലെ തന്നെ തുന്നിയെടുക്കാം. ഇങ്ങനെ കയറ്റി വെച്ച് നമുക്കിത് മുഴുവൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് മുഴുവൻ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് തയ്ച്ചെടുത്തത്. ഇനി ഇവിടെ നീണ്ടു നിൽക്കുന്ന ഈ പീസെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി ലെവലാക്കി കൊടുക്കാം. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകു വശം കണ്ടോ, ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഈ അറ്റത്തൊന്ന് ഗ്ലൂ തേച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഗ്ലൂ തേച്ചിട്ട് ഇവിടെ ഒന്ന് ചുരുട്ടി, ഇങ്ങനെ ഉരുട്ടി നമ്മൾ എടുക്കത്തില്ലേ, ഉരുട്ടി ഇതുപോലെ ചുരുട്ടി ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ അടിവശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ മുഴുവൻ ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കാം. ഇവിടെ നമ്മൾ തുന്നിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് തുന്നിയെടുക്കാം. ഗ്ലൂ തേക്കേണ്ട ആവശ്യം വരുന്നില്ല. തുന്നിയെടുക്കണമെങ്കിൽ അങ്ങ് തുന്നിയെടുക്കാം. പിന്നെ ഞാനിതിപ്പോൾ ഗ്ലൂ ഇങ്ങനെ തേച്ച് എടുത്തത് ശേഷം അടിയിലൊന്ന് തുന്നുന്നുണ്ട്. ഇതിപ്പോൾ ഗ്ലൂ തേച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് നിവർത്തി ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിവശത്ത് കണ്ടോ, അടിവശത്ത് സൂചി നൂലും ഉപയോഗിച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് കുട്ടികളുടെ ഉടുപ്പിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്